ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്ന് ഗവി പോകട്ടോ. ഗവി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ 5 മണിക്ക് ഇതാ സ്റ്റാൻഡ് പോവാണ്. 5:30 ബസ്. 5:30 ബസ് എടുക്കും. ബുക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ സൈഡാക്കിയിട്ടുണ്ട്. റൂമിൻ്റെ ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, ടൗണിൽ തന്നെയാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുള്ളൂ വരാൻ. അപ്പം ഇനി ഇവിടെ നമ്മൾ നടന്നിട്ട് ബസ് സ്റ്റാൻഡ് പോവാണ് അല്ലേ. അപ്പോൾ ഇനി ടിക്കറ്റൊക്കെ എടുക്കാണ്ട് പോയിട്ട് കാണാം. നമ്മൾ ഇതാ മെയിൻ റോഡിൽ നിന്ന് എത്തി. ഇതാട്ടോ സ്റ്റാൻഡ് വരുന്നേ. ഉള്ള ബസ് കേട്ടോ. ഇതാണ് പത്തനംതിട്ട ഗവിക്കുള്ള ബസ്. ആളിതാണ്. ബസ് കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കാല. അപ്പോൾ പോണ വഴിക്ക് കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ ഉണ്ട്. അരുവി നമ്മളിവിടെ ബസ് റെസ്റ്റിന് വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഗവി പത്തനംതിട്ട. ഇതാ രണ്ടാള് ഭയങ്കര പ്രതീക്ഷയിലിരിക്കുന്നു, ഉറങ്ങിപ്പോയി. റെസ്റ്റ് ആട്ടോ. അവിടെ എത്ര മിനിറ്റുകളാണ് വെള്ളത്തില്? 5 മിനിറ്റ് 10 മിനിറ്റ് നിർത്തും. അപ്പൊ എല്ലാരും ഇവിടെ ഫോട്ടോഷൂട്ടില്ല. കരിയില കൂടാ അങ്ങോട്ടൊക്കെ. അതെന്താണ്? കാട്ടുപോത്താണത്. അത് കാട്ടില്ലേ അവിടെ താമക്കണ് കാട്ടുപോത്തിട്ട. വേറൊന്നും കണ്ടിട്ടില്ല. ഏത് ആനൊന്നല്ല, കിളികളിതാ. ഇപ്പൊ ഇല്ലാന്നാ പറഞ്ഞത്. അപ്പനെ കൊടുവാ വാടോ. റോട്ടിനെ പോവാ. അതാ ബസ് എടുക്കാണ്. ബസ് കയറാൻ പോവാ. ഓക്കെ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു.
പ്രത്യേക ഒരു സീറ്റ് തന്നെ. നിങ്ങൾ നല്ല ഫ്രഷ് ആനപ്പിണ്ണം കണ്ടിട്ടാ ആനപ്പം പാസ് ചെയ്തിട്ടുള്ളൂ. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. സീരത്തോട് പഞ്ചായത്തിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പത്തനംതിട്ടക്ക് 90 കിലോമീറ്റർ. ഇതൊക്കെ നമ്മൾ ആനവണ്ടി. ഇവാ എന്താ കഴിക്കാൻ വേണ്ടി? ഇവിടെ ബാത്റൂം ഉണ്ടോ ചോദിച്ചു നോക്കാം. അപ്പൊ ചായ കുടിച്ചോണ്ടിരിക്കും കേട്ടോ. സാമ്പാറും ചട്നി ഒന്നുകൂടി പറയണം. ചായ ഉണ്ടേ? നമ്മൾ ഈ ക്യാൻറ്റീനിലാട്ടോ ചായ അടിക്കാൻ കയറിയത്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നിർത്തും. ലൊക്കേഷൻ ഇതാ. ഏത് എവിടെ വരെയാട് പറയാടോ? കാണുന്നുണ്ടോ? ഇതില് കാണുമെന്ന് അറിയില്ല. ടോപ്പിലവിടെ എന്തൊക്കെയോ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലേ. ആൾക്കാരുണ്ട്. ഇവാനോ ഇവാൻ ഇനി 30 കിലോമീറ്റർ. പത്തനംതിട്ട 90, ഇവിടുന്ന് 30, മൊഴിയാർക്ക് 30 കിലോമീറ്റർ കൂടി ഫോറസ്റ്റ് അല്ലേ? അവിടെ വിട്ടെടുത്താളേ. ഇപ്പൊ നമ്മൾ ചായ കുടിച്ച് വെയിറ്റ് ചെയ്യാണ് ബസ് എടുക്കാൻ. ഇവാന് ഭയങ്കര കളിയിലാട്ടോ. അപ്പൊ മറ്റാള് ഇവാ മയിലല്ലേ ഒരുപാട് റൂട്ടാട്ടോ. അതിന്റെ മേലൊക്കെ മൃഗങ്ങളുണ്ട്. പോണ റൂട്ടൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മള് പോണ റൂട്ടില് കോട മൂടിയിരിക്കണ ഇവിടെ എത്തുമ്പോഴതാട്ടത്. കുഞ്ഞു കുട്ടിയൊക്കെ ഉണ്ട്.
അതാട്ടോ ഞങ്ങൾ കണ്ടതിപ്പോ. നമ്മുടെ കയ്യിൽ യാത്രക്കാരുടെ കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവരിവിടെ കൊടുക്കും. സീതത്തോടെത്തിക്കാം. പത്തനംതിട്ട പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു 28 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ഉറങ്ങി. ആളില്ല. ശബരിമല KSRTC സ്റ്റാൻഡ്. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട എത്തി. ആ ബസ്സിൽ തന്നെ പോവാന്ന് നോക്കട്ടെ. 12:30 ബസ് അങ്ങോട്ട് എടുക്കും. വേറെ ബസ്സൊന്നും റൂട്ടില്ല. രണ്ടാൾ എണീറ്റിക്കണ്. ഭയങ്കര ഉറക്കേന്ന്. ഇനി ഭക്ഷണം കഴിക്കട്ടെ. ഇതാണ് പത്തനംതിട്ട ടൗണിലാ. മുട്ടൊക്കെ ഉണ്ടല്ലോ, വെറൈറ്റി ആണല്ലോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോറ് പറഞ്ഞ്, മറ്റാള് ബിരിയാണിയും പറഞ്ഞു. ഇവിടുത്തെ സ്പെഷ്യലാവുന്നുണ്ട് ചിക്കൻ മുട്ട ബിരിയാണി. അത് ആ മീമില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ച ശേഷം കാണാം. ഫുഡ് എങ്ങനെ? ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഗവിയല്ല പത്തനംതിട്ട അല്ലേ. പത്തനംതിട്ടയും തിരിച്ച് വരുന്ന വഴിയാണ്. അങ്കമൂഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവരിവിടെ ബസ്സത്തോരും ഇവിടെ ഫുഡ് കഴിക്കാനും നിർത്തിയാട്ടോ. അപ്പോൾ നമ്മളവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. പിന്നെ ഇവിടുന്ന് ചായ കുടിക്കട്ടെ. മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കത് ഒരു കരിങ്കുരങ്ങ ബസ് നിർത്തിയാലോ കുറച്ചേരം റെസ്റ്റിന് വേണ്ടിയിട്ട്. എന്താ ഒരാൾ എണീറ്റിട്ട് വന്നിട്ടുണ്ട്. കാണിച്ചെടുത്ത് അതൊക്കെ നിൽക്കണം. കണ്ടില്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് മാത്രല്ല രാവിലെ മുതൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പോയത് ആനനെ കാണുക വിചാരിച്ചിട്ട്. ഒരുപാട് ആനപ്പിണ്ടത്തെ കണ്ടിട്ടാ. രണ്ടാനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കൂടുതൽ കണ്ടത് എന്താ വെച്ചാല് ആനപ്പിണ്ടത്തേട്ടാ. അതെന്തായാലും മുതലേക്കണ്. തൊട്ടടുത്ത് ആനാ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതും പോയി. ചിലർക്ക് അതും കാണാൻ പറ്റുന്നില്ല എന്നാ പറയണേ. വാ കക്കി ഡാമ്. ഇത് ഓപ്പോസിറ്റാണിത്. നല്ല താഴ്ചയുണ്ട് ആ ഭാഗത്തേക്ക്. ആ സെയിം ഇത് ആഴം ഈ ഭാഗത്തേക്കുണ്ട്.
10-20 കിലോമീറ്റർ ഞാൻ തന്നെ കാണാലോ. അപ്പൊ നോക്കാം. ചായ കുടിക്കാൻ അതേ സ്ഥലത്ത് നിർത്തിയതുണ്ട്, KSEBിന്റെ ക്യാൻറ്റീനിൽ. KSEB ക്യാൻറ്റീനാ. അവിടെ ചിലപ്പോൾ നിർത്തിയേക്കാറൊന്നും പറയാൻ പറ്റൂല. കേരളത്തിന്റെ പെരിയാറ് പറമ്പിക്കുളം വയനാട്ടിലെ തോട്. ഇവ ചായ അടിക്കേ കണ്ടാ അതാ കാട്ടുപന്നി അങ്ങോട്ടൊക്കെ കണ്ടാ നോക്കണേ അല്ലേ കാട്ടുപന്നി. ഇപ്പൊ മറ്റാള് ബസ് കയറിക്കണേ. അതാ നിക്കണേ. കറക്റ്റ് ഇവിടുന്ന് കിട്ടീന്നല്ലേ, താഴത്തേക്ക് ഇറങ്ങി വരുമോ അതാ തോന്നുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിക്കണം കേട്ടോ. എന്താണ് ഒരു 7:15 ആയപ്പോൾ നമ്മൾ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. പിന്നെ നേരെ അവിടെ നിന്ന് തട്ടുകടയിൽ ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകുന്നു. ഒരുപാട് യാത്ര ചെയ്ത് പത്തനംതിട്ട വരെ പോയി. അവിടെ വീണ്ടും വന്ന് 6 മണിക്കൂർ ബസ്സിൽ 13 മണിക്കൂർ അങ്ങനെ പോയിട്ടാ. അതന്നെ കാട്ടിനാണ് അടുത്ത് കണ്ടത്. പിന്നെ ഇതും കാട്ടുപന്നി, വേറെ ഒന്നുമില്ല അതന്നെ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.